ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ മീൻ തലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നുകൂടി നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കേരത്തലയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 800 ഗ്രാം തൂക്കമുള്ള കേരത്തലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിന് നല്ല ഒരു ബ്ലഡിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇത് കഴുകിയിട്ട് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള എടുക്കാതെ ചുമന്നുള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 2 പീസ് ഇഞ്ചിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പീസ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 4-5 കാന്താരിയും അതുപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും അതുപോലെ ചതച്ച ഇഞ്ചിയുമാണ്. അപ്പോൾ വെളുത്തുള്ളി എടുക്കുമ്പോൾ അല്പം കൂടുതൽ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും വെളുത്തുള്ളിയുടെ. ഇനി അത് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക. അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറിയുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളി ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മാക്സിമം ചുവന്നുള്ളി തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഉള്ളി കൂടി ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് അത്യാവശ്യം കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഞാനിവിടെ തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പുളിക്ക് കുടംപുളി ചേർക്കുന്നുണ്ട്, അത് കൂടാതെയാണ് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി തക്കാളി കൂടി നന്നായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനെടുത്ത മുളക് പൊടിക്ക് ഒരുപാട് അങ്ങ് എരിവില്ല, അതുകൊണ്ട് ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം. എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി കൂടി ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തലയാണ് എടുക്കുന്നതെങ്കിലും അത്യാവശ്യം നല്ല പീസുകൾ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ചെകിളയും പൂവൊക്കെ കളഞ്ഞ് വന്നതായതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം. ഈ വെള്ളമെല്ലാം വറ്റി വരണം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നമ്മൾ നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയാൽ തവിയിട്ട് ഒരുപാട് അങ്ങ് ഇളക്കരുത്. അങ്ങനെ വരുമ്പോൾ കഷ്ണങ്ങൾ ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു തുണി കൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ കറി അത്യാവശ്യം തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി വെച്ച് കൊടുത്തിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം അത്യാവശ്യം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ തലക്കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ മീൻ കറിയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.